പ്രിയമുള്ളവരെ, ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ? ബൈബിൾ വചനങ്ങളെ വളരെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു ജോൺ പേട്ടമല സാർ തൻ്റെ ചോദ്യോത്തര പങ്ക്തിയിൽ, അതായത് ബൈബിൾ ഇൻസൈറ്റ്സ് QA എപ്പിസോഡ് 93ൽ ഉൽപ്പത്തി 6:1-4 വരെയുള്ള വാക്യങ്ങൾ, 2 പത്രോസ് 2:4, യൂദ 1:6 എന്നീ വാക്യങ്ങളെ ആസ്പദമാക്കി ഒരു പ്രത്യേക ആശയം പഠിപ്പിച്ചു. എന്താണത്? ആദാം പാപം ചെയ്തു കഴിഞ്ഞ് ഭൂമിയെ വാഴുന്നതിനും സാത്താന്റെ കയ്യിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതിനുമായി ദൈവം ഭൂമിയിലേക്ക് ഒരു സെറ്റ് ദൂതന്മാരെ അയച്ചു. ആ ദൂതന്മാർ തങ്ങളുടെ ജോലി നിർവഹിക്കാതെ ഭൂമിയിൽ കണ്ട സുന്ദരികളായ സ്ത്രീകളുടെ പിറകെ പോയി. സ്ത്രീകൾക്ക് സന്തതികൾ ഉണ്ടായി. അവരാണ് നെഫിലിംസ് അഥവാ രാക്ഷസന്മാർ. ഇതാണ് ബാബു സാറിന്റെ ക്ലാസിന്റെ രത്നച്ചുരുക്കം. ഇത് സംബന്ധിച്ച് വചനപരവും ശാസ്ത്രീയവുമായ ചില സംശയങ്ങളും ചോദ്യങ്ങളും മറുപടിക്കായി ബാബു സാറിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന വീഡിയോ പരമ്പരയാണിത്. ബാബു സാർ പഠിപ്പിച്ച ഓരോ പോയിന്റുകളും വിശകലനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ 1ാമത്തെ എപ്പിസോഡ് ഈ ചാനലിൽ തന്നെ ഉണ്ട്. ഈ വീഡിയോ ഇതിന്റെ 2ാമത്തെ എപ്പിസോഡാണ്. 2ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാത്താൻ ഇതിനെ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ വാഴുന്നതിന് ഒരു സെറ്റ് ദൂതന്മാരെ അയക്കുക. ഇവരുടെ ജോലി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ അറിയിക്കുകയും ദൈവത്തിൽ നിന്ന് ഡയറക്ഷൻസ് മേടിച്ച് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരുടെ ജോലിയാണ് പ്രിയപ്പെട്ട ബാബു സാറ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഇവരുടെ ജോലി എന്താണ്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ അറിയിക്കുക, ദൈവസന്നിധിയിൽ നിന്നും ഡയറക്ഷൻസ് വാങ്ങി ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതായിരുന്നു അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. 4ാമത്തെ സംശയം, ദൈവത്തിന്റെ സർവജ്ഞാനത്തെ പരിമിതപ്പെടുത്തുന്ന പഠനം എന്നതാണ് ഈ സംശയത്തിന് ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ബാബു ജോൺ സാറിനോടുള്ള വിനയപൂർവമായ എൻ്റെ ചോദ്യം ഇതാണ്. സാർ, അങ്ങയുടെ വീഡിയോയിൽ പറഞ്ഞു ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ അറിയിക്കാൻ അഥവാ റിപ്പോർട്ട് ചെയ്യാൻ, അതിനുവേണ്ടിയാണ് ദൈവം ഒരു കൂട്ടം ദൂതന്മാരെ ഇങ്ങോട്ട് അയച്ചത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടുത്ത സംശയം. പ്രിയപ്പെട്ട സാറേ, നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനം അളക്കാനാവാത്തതല്ലേ? അവൻ സർവ്വവ്യാപിയും സർവജ്ഞാനിയുമല്ലേ? സങ്കീർത്തനം 139:2 വ്യക്തമായി പറയുന്നു, ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എന്ന്. മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകൾ പോലും ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവത്തിന് ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി കണ്ട് പഠിച്ച് തെറ്റുകൂടാതെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ ദൂതന്മാരെ CCTV റിപ്പോർട്ടർമാരെ പോലെ വെക്കേണ്ടി വന്നു എന്ന നിലയിൽ ആയതുപോലെ തോന്നുന്നു സാർ ഇവിടത്തെ അങ്ങയുടെ വിശദീകരണം. യെശയ്യാവ് 14-ാം അധ്യായത്തിൽ പറയുന്ന അരുണോദയപുത്രനായ ശുക്രൻ ലൂസിഫർ താൻ ദൈവത്തിന് സമനാകും എന്ന് തന്റെ ഹൃദയത്തിൽ വിചാരിച്ച ഉടനെ തന്നെ സ്വർഗസ്ഥനായ ദൈവം അത് അറിഞ്ഞ് അവനെ താഴോട്ട് തള്ളിയില്ലേ? അവൻ പ്രവൃത്തിയിൽ കാണിക്കുന്നതിന് മുൻപ് അവന്റെ ഹൃദയത്തിൽ പാപം മുള പൊട്ടിയപ്പോൾ തന്നെ അത് അറിഞ്ഞ ദൈവത്തിന് ഭൂമിയിലെ കാര്യങ്ങൾ അറിയാൻ ദൂതന്മാരുടെ സഹായം വേണമായിരുന്നോ സാർ? ദൈവത്തെ അത്രമാത്രം പരിമിതപ്പെടുത്തുന്നത് പോലെയും ദൈവത്തിന്റെ സർവജ്ഞാനത്തെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നത് പോലെയും ആയിപ്പോയോ എന്ന് സംശയമുണ്ട് സാർ. സദൃശവാക്യങ്ങൾ 15:3 നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണാം, യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി എബ്രായർ 4:13 നോക്കിയാലോ, അവനും മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കും, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഈ രമ്യപ്രവചനം 23:24 നോക്കിയാൽ,
ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സാറേ, മനുഷ്യൻ ചിന്തിക്കുന്നതിന് മുൻപ് അവയൊക്കെയും അറിയുന്ന, പ്രപഞ്ചത്തിൽ എവിടെ എന്ത് നടന്നാലും ഇത് തത്സമയം കാണുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്നാൽ അങ്ങ് പഠിപ്പിക്കുന്നത് കേട്ടാൽ തന്റെ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നറിയാൻ ചാരന്മാരെയും ഉദ്യോഗസ്ഥരെയും ഒരു രാജാവ് നിയമിക്കുന്നത് പോലെ ഭൂമിയിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ ഈ ദൂതന്മാർ വന്ന് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്ന പഠനം വചനാനുസൃതമാണോ സാറേ? അഥവാ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് ബൈബിളിൽ ഉണ്ടോ സാറേ? ദൈവത്തിന്റെ ഒംനീഷ്യൻസ്, സർവജ്ഞാനം എന്ന് വച്ചാൽ ദൈവം സകലതും അറിയുന്നവനാണ്. ഭൂതം, വർത്തമാനം, ഭാവി എന്ന വ്യത്യാസമില്ലാതെ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളും പരസ്യങ്ങളുമായ സകല കാര്യങ്ങളും ഒരേ സമയം അറിയുന്നവൻ എന്ന് സങ്കീർത്തനം 139 വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുമല്ലോ സാറേ. ഈ ദൈവത്തിന്റെ സർവജ്ഞാനി എന്ന ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സിന് ചേർന്നതാണോ സാറേ ഈ ആശയം എന്ന് സംശയമുണ്ട് സാറേ. 5-ാമത്തെ സംശയം, ഇതിന് നടപടിക്രമങ്ങളുടെ വൈരുദ്ധ്യം എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. ദൂതന്മാരുടെ റിപ്പോർട്ട് അനുസരിച്ചാണോ ദൈവം കാര്യങ്ങളെ മനസ്സിലാക്കിയതെന്നും അതനുസരിച്ച് ഡയറക്ഷൻ വാങ്ങി ദൂതന്മാർ ഭൂമിയിൽ നടപടി സ്വീകരിക്കുകയായിരുന്നോ എന്നും അതേ അധ്യായത്തിൽ നിന്നും നമുക്ക് നോക്കാം. ഉൽപ്പത്തി 6:5 പ്രകാരം പറയുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ഇവിടെ 2 കാര്യങ്ങൾ ദൈവം നേരിട്ട് കാണുക. ഒന്ന്, മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികൾ. 2, പുറമെ കാണാൻ കഴിയാത്ത ഹൃദയവിചാരങ്ങളും നിരൂപണങ്ങളും. മനുഷ്യന്റെ പ്രവൃത്തിയും ചിന്തകളും യാതൊരു ദൂതന്റെ റിപ്പോർട്ട് വാങ്ങി പരിശോധിച്ചല്ല ദൈവം ബോധ്യപ്പെട്ടത് എന്ന് ബൈബിൾ തന്നെ പറയും. ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെ അറിയാൻ ദൂതന്മാർക്ക് കഴിയില്ല, ദൈവത്തിന് മാത്രമേ കഴിയൂ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ ദൈവം മാത്രമാണ്. യിരെമ്യാവ് 17:10 നമുക്കത് കാണാം. ഇത് ദൈവം അറിഞ്ഞു. സത്യം ഇങ്ങനെ ആയിരിക്കെ ബഹുമാനപ്പെട്ട ബാവസർ എന്തുകൊണ്ടാണ് മറ്റൊരു തരത്തിൽ പഠിപ്പിക്കുന്നത് എന്നൊരു സംശയം കൊണ്ട് അത് ദൂരീകരിക്കണം എന്നപേക്ഷിക്കും. ഇനി ഉൽപ്പത്തി 6:12 നോക്കാം. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം ഭൂമിയെ നോക്കി എന്ന് എഴുതിയിരിക്കുന്നു. ദൂതന്മാർ റിപ്പോർട്ട് കൊടുത്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഒരു സെറ്റ് ദൂതന്മാരെ അയച്ച് റിപ്പോർട്ട് വാങ്ങുകയായിരുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ പഠിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പം പുത്രൻ വരുവോളം അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ദൈവം ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് വരെ ഇവരുടെ ചുമതല ആയിരിക്കണം ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്. അതിനുവേണ്ടി ഇവരെ വിട്ടതാ. ഈ ക്ലിപ്പില് ബാബു സാർ നമ്മെ പഠിപ്പിക്കുന്നത് പുത്രൻ വരുവോളം അഥവാ നെക്സ്റ്റ് സ്റ്റേജ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് വരെ ഇവരുടെ ചുമതലയായിരുന്നു ഭൂമിയെ സംരക്ഷിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ദൂതന്മാരെ ഭൂമിയിലേക്ക് വിട്ടത് എന്നാണ്. ഇത് സംബന്ധിച്ചുള്ള സംശയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചോദിക്കാം. സത്യാന്വേഷണം തുടരാം. ഈ ഭാഗത്തിന്റെ ഉൾപ്പെടെയുള്ള ബാക്കി സംശയങ്ങൾ അടുത്ത വീഡിയോയിൽ തുടരുന്നതാണ്. ഈ വീഡിയോയുടെ ഉദ്ദേശം ആരെയും വ്യക്തിപരമായി വിമർശിക്കുകയോ ആക്രമിക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്യാനുള്ളതല്ല. മറിച്ച് ബൈബിൾ പഠനത്തിൽ ഉയരുന്ന ചില സംശയങ്ങളും ചോദ്യങ്ങളും മുന്നോട്ട് വെക്കുക എന്നതാണ്. ഉൽപ്പത്തി 6 ദൈവപുത്രന്മാരെ കുറിച്ചും നെഫീലീമിനെ കുറിച്ചും സംഖ്യാപുസ്തകം 13:33 നെഫീലീമിനെ കുറിച്ചുമുള്ള ഈ വിഷയത്തിൽ വിവിധ വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഒരു വ്യാഖ്യാനം സ്വീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ബൈബിൾ വാക്യങ്ങളെയും
ഒരുപോലെ പരിഗണിക്കുകയും അവ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ബാബു സാറിന് കൂടുതൽ വ്യക്തത നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാവർക്കും പ്രയോജനകരമായിരിക്കും. എല്ലാവർക്കും നന്ദി. ബഹുമാനപ്പെട്ട ബാബു സാറിനെയും ഇത് കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.